ചെറിയ തിരിച്ചടിയല്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഇടതുപക്ഷത്തിന് ഉണ്ടായത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. കാരണം ആലപ്പുഴയിൽ ജയിച്ച് കഴിഞ്ഞ തവണ കനലൊരു തരി എന്ന് പറയുമ്പോൾ ആലപ്പുഴയിലെ ആ കനൽ കെടുന്നു. മന്ത്രി കെ രാധാകൃഷ്ണന്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി ഒരു MP മാത്രമായി ഒതുങ്ങുന്നു LDF-ന്റെ അംഗബലം. അത് നമുക്കത് ചെറുതായി കാണാൻ സാധിക്കില്ല. കാരണം CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP-യുടെ വലിയ മുന്നേറ്റം കഴിഞ്ഞ ദിവസം വാർത്തകളായി വന്നിരുന്നു. മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ പോലും BJP വലിയ വോട്ട് വർധനവ് നേടി എന്നത് പ്രധാനമാണ്. പലയിടത്തും ഒന്നാം സ്ഥാനത്ത് മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ പോലും ഒന്നാം സ്ഥാനത്ത് BJP എത്തിയ പശ്ചാത്തലം നമ്മൾ കണ്ടു. അതൊക്കെ വലിയ തോതിൽ ഇടത് കേന്ദ്രങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. സൈബർ തലത്തിലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. പിണറായി മന്ത്രിസഭയുടെ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ടതിനെ ചേർത്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും പല വിധത്തിലും ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന മുറവിളിയും ഉയരുന്നുണ്ട്. കാരണം ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട് സർക്കാരിൻ്റെ പോക്കിൽ. സർക്കാരുമായി ബന്ധപ്പെട്ട് സമീപകാലത്തായി ഉയർന്ന നിരവധിയായ വികാരങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലമാണ്. സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടത് അനുകൂലികൾ പോലും ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നാവശ്യപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ചേർത്ത് വായിക്കണം. അങ്ങനെ ഓരോ തലത്തിലും ചർച്ചകൾ സജീവമാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയിലെ സംഭവത്തിൻ്റെ ഒരു തിരിച്ചടിക്ക് ശേഷം 2019 അന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലമായിരുന്നു. അദ്ദേഹമൊക്കെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന തലത്തിൽ നേരിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച് വലിയൊരു തിരുത്തൽ, അതിൻ്റെ ഫലം പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാണ്. നേരത്തെ ഈ 2019 കോൺഗ്രസിൻ്റെ ഒരു കടന്നുകയറ്റം, 19 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചത് മാത്രം, അതിൻ്റെ സാഹചര്യം മാത്രം ചർച്ച ചെയ്താൽ മതിയായിരുന്നു CPM-ന്. പക്ഷേ ഇത്തവണ BJP ഈ പല കേന്ദ്രങ്ങളിലും വലിയ വോട്ട് വർധനവുണ്ടാക്കുന്നു. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആലത്തൂരിൽ വലിയ വോട്ട് എണ്ണം വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ആറ്റിങ്ങലിൽ BJP-യുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ രണ്ടു തലത്തിൽ കോൺഗ്രസിനെയും പ്രതിരോധിക്കണം, BJP-യെയും പ്രതിരോധിക്കണം, തങ്ങളുടെ വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കുകയും വേണം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ വല്ലാത്തൊരു കുടുക്കിലാണ് CPM-ഉം സർക്കാരും. തീർച്ചയായും കഴിഞ്ഞ തവണ 2019 തോൽവിയുടെ കാരണങ്ങൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു എന്ന ചോദ്യത്തിന് CPM-ന് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഒരു വരവാണ്. രാഹുൽ ഗാന്ധിയുടെ വരവ് ന്യൂനപക്ഷങ്ങളെ അവർക്കൊപ്പം നിർത്തി കോൺഗ്രസ് സർക്കാർ വരാൻ പോകുന്നു എന്ന തോന്നൽ പൊതുവിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായി. അതുകൊണ്ട് എന്തിന് CPM-ന് വോട്ട് കൊടുക്കണം, നേരിട്ട് കോൺഗ്രസ് വോട്ട് കൊടുത്താൽ പോലെ എന്ന ചോദ്യം ഉയർന്നു വന്നു. അതിനുമപ്പുറം ശബരിമലയിൽ വികാരമുയർന്നുകൊണ്ട് ഒരു വിഭാഗം വോട്ടുകൾ അതുവഴിയും കോൺഗ്രസിലേക്ക് പോയി. BJP ആകട്ടെ ശബരിമല വിഷയം ആളിക്കത്തിച്ച് അത് പരമാവധി ഉപയോഗപ്പെടുത്തി സുവർണാവസരമായൊക്കെ കണ്ട് അങ്ങനെ BJP വോട്ട് പിടിച്ചു. ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ CPM-ന് എളുപ്പമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ചുവെങ്കിലും ജയിച്ചുവെങ്കിലും പിന്നീട് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ പല വിഷയങ്ങളിലും ആദ്യം ഇടപെട്ടതും ആ കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങിയതുമൊക്കെ CPM-ആണ്. അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ CPM-ന് കഴിഞ്ഞു. ശബരിമല വിഷയത്തിലുണ്ടായ തെറ്റിദ്ധാരണയും ജനങ്ങളുടെ എതിർപ്പുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനും കഴിഞ്ഞു. പക്ഷെ ഇന്ന് അതല്ല കാര്യം. അത്തരത്തിലൊരു ഈ സർക്കാരിനെതിരായ പല തരത്തിലുള്ള വികാരങ്ങൾക്കപ്പുറത്തേക്ക്, എതിർ സ്വരങ്ങൾക്കപ്പുറത്തേക്ക് കാര്യമായി ശബരിമല പോലുള്ള അങ്ങനെ വിശ്വാസപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈകാരികമായ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ വരാൻ പോകുന്നു എന്നൊരു ധാരണയും ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവിടെ കൃത്യമായി വോട്ട് ചോർന്നത് CPM-ന്റെ അടിസ്ഥാന വോട്ടുകളാണ്. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ, കോട്ടയത്ത് ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ. ആറ്റിങ്ങലും ഈഴവ സമുദായം എല്ലാ കാലവും CPM-നൊപ്പം അടിയുറച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ വോട്ട് ബാങ്കാണ്. അവിടെയാണ് വിള്ളലുണ്ടാകുന്നത്. 2016 അത്തരമൊരു സാഹചര്യം CPM നേരിട്ടിരുന്നു. അന്ന് VDS രൂപീകരണവുമായി ബന്ധപ്പെട്ട് അന്ന് BJP VDS ഉപയോഗിച്ച് നീക്കം നടത്തിയെങ്കിലും VS അച്യുതാനന്ദൻ ഇറക്കിയത് വലിയ രീതിയിൽ പൊളിക്കാൻ CPM-നായി. വെള്ളാപ്പള്ളി നടേശന്റെ കേസെടുക്കും, മൈക്രോ ഫിനാൻസ് കേസെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അതേ രീതിയിൽ ആക്രമിച്ച് തിരിച്ചടിച്ചു CPM. പക്ഷേ ഇത്തവണ വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഹൈന്ദവ വോട്ടുകൾ വലിയ രീതിയിൽ CPM ലഭിച്ചുകൊണ്ടിരുന്ന അത് മുന്നാക്ക സമുദായങ്ങളെയും ഈഴവ സമുദായത്തിലെ വോട്ടുകൾ ആ രീതിയിൽ വലിയ രീതിയിൽ ചോർച്ചയുണ്ടായി. ആ ചോർച്ച കോൺഗ്രസിലേക്ക് പോകുമ്പോൾ CPM-ന് കുറച്ചുകൂടി ആശ്വസിക്കാം. അത് താൽക്കാലിക പ്രതിഭാസം. പക്ഷേ BJP CPM-നെ പോലെ ഒരു കേഡർ സംവിധാനമല്ലെങ്കിലും ആ രീതിയിൽ കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂന്നി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. BJP-യിലേക്ക് പോയ വോട്ടുകൾ അതേ അത്ര എളുപ്പം തിരിച്ചു വരുമോ എന്ന ചോദ്യമാണ് CPM കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നത്, ആശങ്കയിലാക്കുന്നത്. മാത്രമല്ല അവരുടെ വോട്ട് ചോർച്ചയുണ്ടായ മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റിങ്ങൽ ഏത്
പ്രതികൂല സാഹചര്യം ജയിക്കാമായിരുന്ന ഒരു മണ്ഡലം. അത് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് പ്രത്യേക ചില സാഹചര്യങ്ങളിൽ വോട്ട് പിടിച്ച് ജയിച്ചതിനപ്പുറത്തേക്ക് 2,48,000 വോട്ട് ഇവിടെ ശോഭാ സുരേന്ദ്രൻ പിടിച്ചു. അത് താൽക്കാലിക പ്രതിഭാസമെന്ന് കരുതി ആശ്വസിച്ച CPM-ന് ഇത്തവണ 3,11,000 വോട്ടെന്ന 75,000 വോട്ടിന്റെ വർധന വരുത്തിയാണ് വി മുരളീധരൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. ആറ്റിങ്ങൽ CPM-ന്റെ ശക്തി കേന്ദ്രമാണ് നിയമസഭയിൽ. കാട്ടാക്കട 2 തവണയായി CPM ജയിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസിനും തുല്യ സ്വാധീനമുള്ള മണ്ഡലം ആണെങ്കിൽ പോലും അവിടെയൊക്കെ BJP-യുടെ കടന്നുകയറ്റം വല്ലാതെ അലോസരപ്പെടുത്തുന്നു CPM-നെ. ചിറയൻകീഴ് CPM പുറകിൽ മൂന്നാമത് പോകേണ്ടതായിരുന്നു. അവസാനവട്ടം കഠിനംകുളം പഞ്ചായത്ത് തീരദേശ മേഖല എണ്ണുമ്പോൾ 5,000-ലേറെ വോട്ടുകൾ അടൂർ പ്രകാശ് പിടിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ വി മുരളീധരൻ പിന്നിലേക്ക് പോയത്. അല്ലെങ്കിൽ അവിടെയും CPM തിരിച്ചടി നേരിട്ടേനെ. ആലത്തൂർ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലവും അതുൾപ്പെടെ നിയമസഭാ മണ്ഡലങ്ങളും. അവിടെ സരസു എന്ന ആർക്കും അത്ര പരിചിതമല്ലാത്ത ഒരു സ്ഥാനാർത്ഥി ആദ്യം എല്ലാവരും എഴുതിത്തള്ളി അവഗണിച്ച ഒരു സ്ഥാനാർത്ഥി 1,80,000 വോട്ടുകൾ പിടിക്കുന്നു. അവിടെ വോട്ട് ചോർച്ച CPM തന്നെയെന്ന നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. ആലപ്പുഴ CPM-ന്റെ വൈകാരിക ബന്ധമുള്ള CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അവിടെ BJP-യുടെ കടന്നുകയറ്റം വലിയ അലോസരമാണ്, അസ്വസ്ഥതയാണ് CPM ഉണ്ടാക്കുന്നത്. സംഘടനാ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് കൃത്യമായി CPM വോട്ട് ബാങ്കുകളിലൂടെ അത് ഈഴ വോട്ടടക്കം നേടിക്കൊണ്ട് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളടക്കം വലിയ മികച്ച പ്രകടനം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെക്കാനായി. അത് വലിയ രീതിയിൽ അവരെ ആലോചനപ്പെടുത്തുന്നുണ്ട്. മറ്റ് ഈഴവ സമുദായ സ്വാധീനമുള്ള ഇടുക്കിയും കോട്ടയം പോലുള്ള മേഖലകളിലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ CPM-നെ അത്ര എളുപ്പം പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണോ എന്ന ആശങ്ക. അതാണ് പ്രധാനം. കാരണം അതൊക്കെ പരിഹരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അരുൺ, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമുക്കറിയാം. 2019 സമാനമായ പ്രതിസന്ധി പാർട്ടി നേരിട്ടിരുന്നു. അവിടെയും ഈ പരിഹരിക്കാനുള്ള ഒരു തലം, പരിഹരിക്കാനുള്ള ആളുകൾ, അന്ന് ജനകീയനായ അല്ലെങ്കിൽ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന, എല്ലാവരോടും സൗമ്യ പെരുമാറുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന വലിയൊരു സാന്നിധ്യം പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ഇത്തവണ പൊതുവെ ജനങ്ങൾക്കുള്ള ഒരു വികാരം, നേതാക്കൾ അവരുടെ പ്രസ്താവനകൾ, അവരുടെ പെരുമാറ്റങ്ങൾ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നതാണോ, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ചേരുന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യം പലതരത്തിൽ ഉയരുന്നുണ്ട്. നേരിട്ട് ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്താൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ പ്രാപ്തിയുള്ള ഏത് നേതാവുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യം ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഏത് നേതാവുണ്ട് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം 2ാം പിണറായി മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ, 1ാം മന്ത്രിസഭയുടെ അയലത്ത് പോലും എത്താത്ത പെർഫോമൻസ് ഉള്ള മന്ത്രിമാർ, ഇവരെയൊക്കെ ചുവന്നുകൊണ്ട് വേണം ഇനിയും മുന്നോട്ട് പോകാനും അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ അതിന് പാർട്ടി തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രഞ്ജിത്ത്, കോടിയേരി ബാലകൃഷ്ണ പേര് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ. അതായത് കോടിയേരി ബാലകൃഷ്ണൻ നേതാവിന്റെ ഒരു പ്രസക്തി, അദ്ദേഹത്തിന്റെ അഭാവം CPM പല ഘട്ടങ്ങളിലും നേരിടുന്നു. ഇപ്പോൾ ഈ തോൽവി ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഏറ്റവും അധികം CPM അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വിടവ് അറിയുക. കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രത്യേകത, പ്രത്യയശാസ്ത്രം പറയേണ്ടടുത്ത് പ്രത്യയശാസ്ത്രം, കാർക്കശ്യം കാട്ടേണ്ടത് കാർക്കശ്യം, ജനങ്ങളോട് താഴെ ഇറങ്ങി ഏറ്റവും സൗമ്യമായ ഭാഷയിൽ, സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ അതും വശമുള്ള, അതും പരിചയമുള്ള നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പലപ്പോഴും സരസമായൊക്കെ സംസാരിക്കാറുണ്ട്. അനുമതിരഹിത പ്രതിച്ഛായയുള്ള സംഘടനാ കാർക്കശ്യമുള്ള നേതാവൊക്കെയാണ്. പക്ഷേ കോടിയേരി ഇടപെട്ടതിൽ എത്രത്തോളം അദ്ദേഹത്തിന് ജനങ്ങളോട് താഴെത്തട്ടിലിറങ്ങി അതേ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം CPM നേതൃത്വത്തിൽ തന്നെ ശക്തമായി ഉയരുന്നുണ്ട്. പല നേതാക്കളും സ്വകാര്യമായി സംസാരിക്കുമ്പോഴൊക്കെ ആ വികാരം പങ്കുവയ്ക്കുന്നുണ്ട്. അണികൾക്ക് അത്തരത്തിൽ ആശങ്കയുണ്ട്. കോടിയേരിക്ക് ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അതേ രീതിയിൽ ഇടപെടാൻ പറ്റിയ നേതാവുണ്ടോ, എങ്ങനെ തിരുത്തും CPM? മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ എതിർവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തനായി നിൽക്കുമ്പോഴും പാർട്ടിയിൽ കൃത്യമായ ഒരു കൺട്രോളുള്ള നേതാവായിരുന്നു. അത്രയധികം സ്വാധീനം MV ഗോവിന്ദനുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ പോലും MV ഗോവിന്ദന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുന്ന നേതാക്കളുടെ എണ്ണം വിരളമെന്നാണ് നേതാക്കൾ രഹസ്യമായി തന്നെ പറഞ്ഞത്. പല അസ്വാരസ്യങ്ങൾ MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ, തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ എത്ര നേതാക്കൾ കഴിയും? CPM-ന്റെ പ്രധാന മുഖങ്ങളായിരുന്നു ആലപ്പുഴയിലെ കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് സംസ്ഥാന സമിതിയിൽ പോലും ഇല്ല. പ്രായാധിക്യത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കി പലപ്പോഴും CPM വിരുദ്ധ പ്രസ്താവനകളുമായി കളം നിറയാറുള്ള G സുധാകരൻ. തോമസ് ഐസക്, അദ്ദേഹം വലിയ തിരിച്ചടി നേരിട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഈ പരാജയത്തിൽ പോലും അദ്ദേഹത്തിന് സംശയങ്ങളുണ്ട്. അദ്ദേഹം 12 മത്സരിക്കാൻ പോകുമ്പോൾ